ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മോട്ടറോള പുതിയതായിട്ട് ഇറക്കിയ മോട്ടറോള എഡ്ജ് 60 കുറിച്ചാണ്. മുന്നേ നമ്മൾ ഇതേ 60 സീരീസിലുള്ള 60 പ്രോ, 60 ഫ്യൂഷൻ, 60 സ്റ്റൈലസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വെറും 60 ആണ്, സാധാ 60, മോട്ടോ എഡ്ജ് 60. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും വിട്ടോണ്ട. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. മോട്ടോ എഡ്ജ് 60 2025 ജൂൺ 10 ലോഞ്ച് ചെയ്ത ഫോണാണ്. ജൂൺ 17 തൊട്ട് ഇതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് കറന്റ് 25,999 ആണ്. എന്നുവെച്ചാൽ കറന്റ് 26,000 ആണ് ഇതിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ആൻഡ് ഓൾറെഡി മാർക്കറ്റിലുള്ള മോട്ടോ എഡ്ജ് 60 പ്രോയും മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനും വെച്ച് നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. ഈ 60 പ്രോ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 30,000 റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആൻഡ് ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വില കുറവാണ്. 22,000 ആണെന്ന് കറന്റ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്ക് ഈ എഡ്ജ് 60 അതിൻ്റെ വലിയ വേർഷൻ ആയിട്ടുള്ള പ്രോയും അതിൻ്റെ ചെറിയ വേർഷൻ ആയിട്ടുള്ള ഫ്യൂഷനും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് തുടങ്ങാം. ഈ അടുത്തായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മോട്ടോറോള ഫോൺസിനെ പോലെ തന്നെ ഇതിന്റെ ബാക്കും വീഗൻ ലെതർ ഫിനിഷ് ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ്. ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. പിന്നെ IP69 റേറ്റിംഗും ഉണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇനി മോട്ടോറോള 60 പ്രോയും ഫ്യൂഷൻ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം സ്പെക്സ് ഒക്കെ തന്നെയാണ്. ഇനി ഇതിന്റെ സ്റ്റോറേജ് വേരിയബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 256 RAM ആണ് ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത്. പിന്നെ 256 12GB RAM ഉണ്ട്, 512 8GB RAM-ഉം 512 12GB RAM-ഉം അവൈലബിൾ ആണ്. ഇനി എല്ലാ വേരിയബിൾസിലും UFS 4.0 ആണുള്ളത്. ഇനി പ്രോയും ഫ്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറേജ് വേരിയബിൾസ് സെയിം തന്നെയാണ്. പക്ഷേ LPDDR 5X RAM പ്രോന് മാത്രമേ ഉള്ളൂ. മറ്റേ രണ്ടെണ്ണത്തിനും LPDDR 4X RAM ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. കർവ് ഡിസ്പ്ലേ ആണ്, POLED ഡിസ്പ്ലേ ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 nits ആണ്. പിന്നെ സ്ക്രീൻ സൈസ് 6.67 ഇഞ്ച് ആണ്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 91.2% ആണ്. ഇനി ഇതിന് പ്രോയും ഫ്യൂഷനും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോയില് ഇത്രയും കൂടി സ്ക്രീൻ സൈസ് കൂടുതലാണ്, 6.7 ഇഞ്ച് ഉണ്ട്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 92% ഉണ്ട്. അതേപോലെ ഫ്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം സ്പെക്സ് ആണ്. ഇനി നമുക്ക് OS അപ്ഡേറ്റ്സ്, ചിപ്സെറ്റ്, AnTuTu സ്കോർ ഇതിനെ കുറിച്ചൊക്കെ പറയാം. OS Android 15 ആണ്. പിന്നെ 3 years മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ ചിപ്സെറ്റ് MediaTek Dimensity 7400 ആണ്. പിന്നെ AnTuTu സ്കോർ ഓൾമോസ്റ്റ് 6 lakhിന്റെ അടുത്താണ് വരുന്നത്. ഇനി പറഞ്ഞ സംഭവങ്ങളൊക്കെ പ്രോയും ഫ്യൂഷനും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്യൂഷനിൽ സെയിം സ്പെക്സ് ആണ്, പക്ഷെ പ്രോയില് ചിപ്സെറ്റ് വേറെയാണ്. MediaTek Dimensity 8350 എക്സ്ട്രീം ആണ് പ്രോയിലുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഒരു 3 ക്യാമറ സെറ്റപ്പ് ആണ്. 50-10-50 മെഗാപിക്സൽ വൈഡ് ക്യാമറ ആണ്. മെയിൻ ക്യാമറയാണ്. OIS-ഉം PDAF-ഉം ഉണ്ട്. പിന്നെ 10 മെഗാപിക്സൽ ടെലിഫോട്ടോ ഉണ്ട്. അതിൽ 3x ഒപ്റ്റിക്കൽ സൂം വരെ ഉണ്ട്. പിന്നെ 50 മെഗാപിക്സൽ അൾട്രാ വൈഡും ഉണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സൽ ആണ്. ഇനി ഇതിന്റെ പ്രോയും ഫ്യൂഷനും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോയില് സെയിം സ്പെക്സ് ആണ്. അതായത് ക്യാമറയിലത്തെ ഹാർഡ്വെയർ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഫ്യൂഷനിൽ 2 ക്യാമറ സെറ്റപ്പ് ആണ്. 50-ഉം 13-ഉം ആണ്. 13 അൾട്രാ വൈഡ് ആണ്. ടെലിഫോട്ടോ അതിലില്ല. അതുപോലെ തന്നെ ഫ്യൂഷനിലുള്ള ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സൽ ആണ്. ബാക്കി രണ്ടെണ്ണത്തിൽ 50 മെഗാപിക്സൽ ആണ്. ഇനി ക്യാമറയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ 4K 30 FPS വരെ എടുക്കാം. 1080p 240 FPS വരെ എടുക്കാം. അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS-ഉം 1080p 120 FPS വരെ എടുക്കാം. പ്രോയില് സെയിം ആണ്, പക്ഷേ ഫ്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലത്തെ ഫീച്ചേഴ്സ് ഇത്തിരി കുറവാണ്. ഇനി ഇതിന്റെ ബാറ്ററിയും ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 5500 mAh ബാറ്ററിയാണ്. പിന്നെ 68 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇനി ഇതിന്റെ പ്രോയും ഫ്യൂഷനും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോയില് 6000 mAh ബാറ്ററിയാണ്. പിന്നെ 90 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പം അത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഫ്യൂഷനിൽ സെയിം തന്നെയാണ്. ബാറ്ററി കപ്പാസിറ്റിയിലും ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് 68 വാട്ട് ഒക്കെ തന്നെയാണ്. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ NFC-യും മോട്ടോ AI-യും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വിക്ക് ചാർജിങ് ഇത് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലാപ്ടോപ്പ് കണക്ടിവിറ്റി, എക്കോസിസ്റ്റം, ഈ സംഭവങ്ങളൊക്കെ മോട്ടോറോള ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ഇത് ടോപ്പ് നോച്ച് തന്നെ കരയ്ക്കാം. പിന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ലോങ് ടേമിൽ മോട്ടോറോള യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലാഗിങ് ഇഷ്യൂസ് ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയതായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് അത് മുന്നത്തെ വേർഷൻസിലായിരുന്നു പറഞ്ഞത്, ഇതിലുണ്ടാവുമെന്ന് ഉറപ്പില്ല. ബട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും വിട്ടോണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.